ഹായ് ഹലോ, ഞാൻ എൻ്റെ കമ്മൽ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇതുപോലൊരു ബോക്സിലാണ് എൻ്റെ കമ്മലൊക്കെ ഇട്ട് വയ്ക്കുന്നത്. എനിക്ക് ഭയങ്കര ക്രേസാണ് കമ്മൽ വാങ്ങൽ. ഇതുപോലൊരു ബോക്സ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ബോക്സിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ സെക്യൂർ ആയിട്ട് എല്ലാം വെക്കാൻ പറ്റും. അതിൻ്റെ പേഴ്സൊക്കെ മാറിപ്പോവാതെ ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് ഞാൻ ഈ ബോക്സ് വാങ്ങിയത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. അല്ലെങ്കിൽ അതിൻ്റെ പെയർ കാണാതെ ചെപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ പെയർ കാണാതെ നമ്മളിങ്ങനെ തപ്പി നടക്കേണ്ടി വരും. ഇതിലാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ കാണിച്ചു തരാം. കുറേ അറകളിലായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് എല്ലാ കമ്മലും വെക്കാൻ പറ്റും. കണ്ടോ, ഇതിൽ കൂടുതലും ജിമിക്കി കമ്മലാണ് കേട്ടോ. ആ ജിമിക്കി കമ്മലിൽ തന്നെ കൂടുതലും ഹാങ് ചെയ്യുന്ന ടൈപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മൂടി എനിക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ ഇത്തിരി മടിയാണ്. ഇതാകുമ്പോൾ ഊരിയെ പെട്ടെന്ന് വയ്ക്കാം, പെട്ടെന്ന് എടുത്ത് ഇടുകയും ചെയ്യാം. അതുകൊണ്ട് ഹാങ് ചെയ്യുന്ന ടൈപ്പ് ജിമിക്കി കമ്മലാണ് ഞാൻ കൂടുതലും വാങ്ങുക. പിന്നെ റിങ് ടൈപ്പിനോട് ഒരു ഇഷ്ടമുണ്ട്. സ്റ്റഡ് കുറവായിരിക്കും, ബാക്കി ടൈപ്പ് കമ്മൽസാണുള്ളത്. ഞാൻ ഓരോന്നും ഇട്ട് കാണിച്ചു തരാം. ഇത് കുറേ കമ്മലൊക്കെ എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ, നിസ. അവൾ ഇടയ്ക്കിടയ്ക്ക് അവളെ വീട്ടിലൊക്കെ ഞാൻ പോകുമ്പോൾ എനിക്ക് കുറേ കമ്മലൊക്കെ അവൾ എടുത്ത് തരും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന കമ്മൽ ഈ പേൾ ടൈപ്പ് കമ്മലാണ്. അടിയിൽ പേള് കണ്ടോ, ഇതാണ് മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യണ കമ്മൽ. കൂടുതൽ ഇതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ദേ ഇത് ഈ കുഞ്ഞ് ജിമിക്ക് ഇതും ഇടാറുണ്ട് കേട്ടോ. പിന്നെ ആ പേളിൻ്റെ തന്നെ കുറച്ചും കൂടി വലിയ പേളുള്ളൊരു കമ്മലുണ്ട് കണ്ടോ. പിന്നെ എൻ്റെ റെഡ്, ഈ റെഡ് കമ്മൽ നോക്കിയേ. ഈ സാരിക്ക് നന്നായിട്ട് മാച്ച് ആവണ്ടല്ലേ. ഇതൊന്നിട്ട് നോക്കിയാലോ. ഇതുണ്ടോ, ഇത് ഏകദേശം ഒരു മയിൽപ്പീലിയുടെ പോലെ. മയിൽപ്പീലി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഏകദേശം അതുള്ളതാണ്. ഇതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ചേഞ്ച് ആയിട്ട് വേറൊരു കമ്മലും കൂടി. ഇത് നമ്മൾ പായമ്മൽ അമ്പലത്തിൽ നാലമ്പലത്തിൻ്റെ സമയത്ത് പോയപ്പോൾ വാങ്ങിയ 40 രൂപയ്ക്ക് വാങ്ങിയ കമ്മലാണ്. ഇത് സാരിക്ക് കൊള്ളാമല്ലേ, നന്നായിട്ട് മാച്ച് ആവണ്ടല്ലേ. പിന്നെ ഇത് റെഡ്, ഇതിൻ്റെ തന്നെ ഒരു മെറൂൺ ഉണ്ടായിരുന്നു. ഇതും ഇതിന് കൊള്ളാമല്ലേ, ഇതിനെല്ലാം മാച്ചാവുണ്ടോ. ഇത് നമ്മുടെ വിചിത്ര സിൽക്ക് സാരിയാണേ. നമ്മുടെ കൽപ്പകയിൽ നിന്ന് വാങ്ങിയതാണ്. 250 രൂപയെ വിലയുള്ളൂ. 2-3 കളറൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമുള്ളത്, പേളൊന്നും തൂങ്ങിക്കൊടുക്കാതെ ഇങ്ങനെയുള്ളത് ഒരു മെഹന്തി ടൈപ്പ് കളറുള്ള ഒരു ജിമിക്കി. പിന്നെ ഈ മെഹന്തിയിൽ തന്നെ തൂങ്ങിക്കെടുക്കണ പേളല്ലാതെ എന്നെ പറ്റി പിടിച്ചൊരു പേള്. ഇത് കുറേ നാൾ മുമ്പ് വാങ്ങിയതാണ്. കുറേ നാളെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ, ഒരു 5-6 വർഷം മുമ്പ് വാങ്ങിയതാണ്. ഇപ്പോഴും ഒരു കേടില്ല, നല്ല ഭയങ്കര എലഗൻ്റ് ലുക്കുള്ളൊരു കമ്മലാണ്. പിന്നെ നമ്മുടെ റിങ് എൻ്റെ ഫേവറേറ്റാണ്. മിക്കപ്പോഴും ഞാൻ ഇങ്ങനത്തെ റിങ്ങൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ എൻ്റെ കാത് വളരെ കനം കുറഞ്ഞ തട്ടില്ലാത്ത കാതായതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒക്കേഷണലി ചില ഡ്രസ്സിനൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് റിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഒരു പിങ്ക് മണി തൂങ്ങിക്കിടക്കണ മെഹന്തി എനിക്ക് എപ്പോഴും, അല്ലെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് മെറ്റൽ ഞാൻ അധികം അങ്ങനെ വാങ്ങാറില്ല. ഇത് സാരിക്കാണ് കൂടുതലും യൂസ് ചെയ്യാറ്. ഈ കളർ സാരി, എനിക്ക് ഇത് മാച്ചാണ് 2-3 സാരി ഉണ്ട്. സാരിക്കാണ് ഇത് കൂടുതലും യൂസ് ചെയ്യാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ ഈ കമ്മലൊന്നും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ, എല്ലാം ഞാൻ ഷോപ്പിൽ നിന്നാണ് പോയിട്ട് വാങ്ങാറ്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയൊരു ചുരിദാറുണ്ട്, അതിന് മാച്ചായിട്ട് വാങ്ങിയാണ്. നല്ല ഭംഗിയാണ് ഇത് ഇടുമ്പോൾ കണ്ടോ. ഇതുപോലെ ഒരു ജിമിക്കി ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ അടപ്പുള്ള ടൈപ്പാണ്. എന്നാലും ഇതെനിക്ക് ഇഷ്ടമാണ്. ഇത് ഞാൻ ഇടാറുണ്ട്, സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന്. ഒരു 200 ഒക്കെ റേറ്റ് ഉണ്ടായിരുന്നു. അത്ര വിലയുള്ളതൊന്നും ഞാൻ വാങ്ങാറില്ല. ഇതെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആ വിലയിൽ വാങ്ങിയതാണ്. ഇത് നമ്മുടെ ആ മയിൽപ്പീലി കമ്മലിൻ്റെ വേറൊരു കളർ ഉണ്ടെന്നുണ്ടല്ലേ, ഇത് പച്ചയായിരുന്നു. ഇതിനൊരു ലൈറ്റ് ബ്ലൂ ആണ്. ഇത് നമ്മൾ പായമല അമ്പലത്തിന് നാലമ്പലത്തിൻ്റെ സമയത്ത് പോയിട്ട് വാങ്ങിയതാണ്. പിന്നെ അതെ, പിന്നെ റൗണ്ടിലൊരു സ്റ്റഡ് വന്നിട്ട് അതുമെന്നൊരു കുഞ്ഞി കൊട്ട ഞാൻ നടക്കണം. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മണി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഞാൻ ഇട്ടിട്ടുണ്ടത്. ഇപ്പോൾ കുറേ ആയിട്ട് ഇടാറില്ല, ജിമിക്ക് തന്നെ ഇടാറ്. കാരണം ഇതിനൊരു മൂടി വേണമായിരുന്നേ. മൂടിയോടെ വെച്ചിട്ട് ഊരിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അത്ര ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ കുറേ മുമ്പ് ഞാൻ ഇട്ടിരുന്നു. നല്ല ഭംഗിയാണ് ഇതിടുമ്പോൾ.
പിന്നെ വൈറ്റ് മെറ്റലിൻ്റെ എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ കമ്മലായിട്ട്. വൈറ്റ് മെറ്റൽ ഞാൻ വാങ്ങാറില്ല. ബ്ലാക്ക് മുത്തിയാണ് കിടക്കുന്നതാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടായിരുന്നു. വൈറ്റിൻ്റെ തന്നെ വലിയ വൈറ്റ് പേഴ്സ്. ഇതെനിക്ക് നിസ്സ തന്നു കേട്ടോ. ഭംഗിയില്ലേ? ആക്രാന്തം പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് പോരണില്ല. അവൻ ബലം പിടിച്ച് അവിടെ തന്നെ ഇരിക്കും. ഇതൊരു മെറൂൺ റെഡ്. ഇതുപോലത്തെ ഒരു പ്ലെയിൻ സാരി ഉണ്ട് എനിക്ക്. അതെടുക്കുമ്പോൾ ഞാൻ ഇടാറുണ്ട്. ഇപ്പം നമുക്ക് സെയിം കളറല്ലല്ലോ മാച്ച്. കോൺട്രാസ്റ്റ് ഇടുമ്പോഴാണ് ഇപ്പോൾ മാച്ച് ആയി. കണ്ടോ, ഞാനിപ്പോൾ ബ്ലൂ സാരിക്ക് റെഡ് ഇട്ടപ്പോഴാണ് അത് മാച്ചായി തോന്നുന്നത്. ബ്ലൂ തന്നെ ഇടുമ്പോൾ അത്ര മാച്ച് ചെയ്യാൻ നമുക്ക് തോന്നാറില്ല. അപ്പം അന്നൊക്കെ ഞാൻ ഈ മെറൂൺ റെഡ് സാരി ഉടുക്കുമ്പോഴാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ഇത് വേറെ ഏതിനെങ്കിലും യൂസ് ചെയ്യണം. കുറേ നാളായത്. ഇതിന് സ്വന്തമാണ് എനിക്ക്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു ഐറ്റം ആട്ടോ. പിന്നെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു മാലയും കൂടി ഉണ്ടായിരുന്നു. ഇത് അജിയോ എന്ന് വാങ്ങിയതായിരുന്നു. ഒരു സിൽവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയതാണ്. ഒരു മാല മോളിന് വേണ്ടിയിട്ട് ഒരു വലിയ ലോക്കറ്റായിട്ടുള്ള മാലയും അതും ഇതുപോലത്തെ മണിഞ്ഞു തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയതാണ്. ഇതും അതെ കുറേ വർഷം, ഇതൊക്കെ കുറേ വർഷങ്ങളായതാണ്. അതിൻ്റെ കൂടെ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ ഇടയത് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇതൊരു പ്രത്യേക ഒരു കോപ്പർ കളറാണിത്. കണ്ടോ, ഇതുപോലത്തെ ഒരു സാരിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അതുമ്പോൾ കണ്ടോ, ഒരു ഇലയുടെ ഷേപ്പിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ട് അതുമ്പോൾ ജിമിക്കില്ലാത്തൊരു പരിപാടിയില്ല നമുക്ക്. ഇത് നമുക്ക് ചേട്ടായി ഇഷ്ടത്തോടെ വാങ്ങിത്തന്നതാണ്. കല്യാണത്തിനിടാൻ വേണ്ടിയിട്ട് കാർണിവലിന് പോയപ്പോൾ അവിടെ കുറേ കമ്മലൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ സാരിയുടെ അറ്റത്തൊരു പച്ച ബോർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കല്ലും അടിയിൽ വെള്ള മണി തൂങ്ങിക്കിടക്കുന്ന ഒരു കമ്മൽ എനിക്ക് ചേട്ടായി വാങ്ങിത്തന്നതാണ്. ഇതും അതെ, ഇത് ചേട്ടായി വാങ്ങിത്തതാണ്. ഒരു മാറ്റ് ഫിനിഷ്. സാധാരണ ഞാൻ ഈ ഗോൾഡൻ കളറിലുള്ളത് അധികം വാങ്ങാറില്ല. ഇങ്ങനെ നമ്മുടെ പേളും ഇതൊക്കെ തൂങ്ങിക്കിടക്കണതായിരുന്നു ഇഷ്ടം. ഇതൊരു മാറ്റ് ഫിനിഷ് ഗോൾഡൻ കളറിലുള്ളത്. ഇതും എനിക്ക് ചേട്ടായി വാങ്ങിത്തതാണ്. കല്യാണത്തിന് ചുരിദാർ എടുക്കാൻ പോയപ്പോൾ അവിടെ അവർക്ക് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കണ്ടായിരുന്നു. ആ ഷോപ്പ് അവർ കാലിയാക്കി വാങ്ങിത്തതാണ്. പിന്നെ ഇത് ഞാൻ അത്ര യൂസ് ചെയ്തിട്ടില്ല. ഇത് ഇടുമ്പോൾ എനിക്കെന്തോ അത്ര ഭംഗി തോന്നാറില്ല. പിന്നെ ഇതുപോലത്തെ ഡ്രസ്സും എനിക്ക് അത്രയില്ല. കിടക്കുന്ന കുറേ കളറ് കിടക്കണുണ്ടപ്പോൾ അങ്ങനെ ഭംഗി തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഈ കളർ ഡ്രസ്സ് എനിക്കധികമില്ല. കമ്മൽ കാണാൻ കൊള്ളാം, ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ബ്ലാക്ക് ജിമിക്ക് കമ്മൽ. ഇത് നമ്മുടെ തിരാത്തമ്പലത്തിലെ പൂയത്തിന് ചേട്ടാ എനിക്ക് വാങ്ങിത്തന്നതാണ്. ഒരു ബ്ലാക്ക് സാരി ഉണ്ടായിരുന്നു. ബ്ലാക്കും മെറൂണും മൊത്തമൊക്കെ അതിന് ഇടാറുണ്ട്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സാരിക്ക് ഇടണം. പിന്നെ ഒരു വൈറ്റ് മെറ്റൽ. ഇത് എൻ്റെ അനിയത്തിയൊക്കെ പഴനി പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന കമ്മലാണ്. ഇതാകെ നാശമായി കമ്മൽ. പക്ഷേ ഇതെനിക്കെന്തോ ഭയങ്കര ഇഷ്ടം. ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇടുമ്പോൾ എൻ്റെ ഫേസിന് നല്ല ഭംഗി തോന്നാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ആകെ മങ്ങിയിട്ടൊരു ഭംഗിയില്ല. ഇതൊക്കെ നേരെയാക്കാൻ വല്ല വഴിയുണ്ടെന്ന് എനിക്ക് പറഞ്ഞിരുന്നേ. അപ്പോൾ ഞാൻ കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. ശരിക്കും കളയേണ്ട ഒരു അവസ്ഥയാണ് ഇതിനെ കണ്ടാൽ. ഇഷ്ടപ്പെട്ട് വാങ്ങിയതും ഒരുപാട് യൂസ് ചെയ്തതായതുകൊണ്ട് എനിക്കിതിനെ കളയാൻ മനസ്സ് വരാതെ സൂക്ഷിച്ച് വെച്ചാൽ. പിന്നെ നമ്മുടെ വേറൊരു റിങ്ങാണ്. ഇത് വേറൊരു ചുരിദാറിന് വേണ്ടി വാങ്ങിയതാണ് റിങ്. ഇതൊരു പെയിൻറ്റ് ടൈപ്പാണ്. പെട്ടെന്ന് നാശമാവും. പിന്നെ 10 രൂപ 20 രൂപ മറ്റേ ഉള്ളൂ ഇതിന്. പെട്ടെന്ന് നാശമാവും. ആ ഡ്രസ്സിന് ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. പിന്നെ കുറച്ച് പെയർ, അതൊക്കെ ഒരു മയിലിൻ്റെ പോലത്തെ കമ്മലാണ്. ഇതിൻ്റെ പെയർ പെട്ടെന്ന് ഞാൻ ഉരി വെച്ചിട്ട് അത് കാണാതായി. ഇത് കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ മൂകാംബികയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങി. പക്ഷേ കുറച്ച് നാൾ ഈ ചെപ്പിലൊക്കെ ഇട്ട് വെച്ചപ്പോൾ അതിൻ്റെ ഇളകിയൊക്കെ ഈ 2 കല്ലൊക്കെ പോയി. പിന്നെ എന്താ എനിക്കത് അപ്പോൾ വാങ്ങിയെങ്കിലും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മൾ ആ മാറ്റ് ഫിനിഷ് വാങ്ങിയില്ലേ ആ ജിമിക്ക്, അപ്പോൾ വാങ്ങിയത് തന്നെയാണ്. ഇതും ഇതിൻ്റെ ഒരു മാലയും കൂടി ഉണ്ട്. ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ചോക്കർ പോലെ കിടക്കുന്ന ഒരു മാലയുണ്ട്. സ്റ്റഡാണ്. പിന്നെ വലിയൊരു കമ്മൽ ഇതെനിക്ക് നിസ്സ തന്നതാണ്.
കണ്ടോ, അതും ഈ സാരിക്ക് കൊള്ളാലോ. കണ്ടോ, ഇതെനിക്ക് എൻ്റെ നിസ്സമോള് തന്ന കമ്മലാണ്. പിന്നെ നല്ല ചില്ലറ പീക്കിരി പോക്കിരി കമ്മലൊക്കെയാണ് ഉള്ളത്. കണ്ടോ, ഇത് കമ്മൽ കാണാൻ വലിയ കുഴപ്പമില്ലെങ്കിലും മുഖത്തിന് അത്ര ഭംഗി തോന്നാറില്ല ഇടുമ്പോൾ. പിന്നെ ഈ കമ്മൽ, ഇതിൻ്റെ അതെ കൂട്ടുകാരനെ കാണാനില്ല, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, കിട്ടുമായിരിക്കും. ഇതിൻ്റെ അതെ കൂട്ടുകാരനെ കാണാനില്ല, കിട്ടുമായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്മൽ കളക്ഷൻസ്. ഇഷ്ടമായോ? ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ വൈറ്റ് പേള് ഞാണ്ട് കിടക്കുന്ന ജിമിക്കില്ലേ, വൈറ്റ് പേള് ഞാണ്ട് കിടക്കുന്ന ജിമിക്കാണ് എൻ്റെ ഫേവറേറ്റ്. കാണുവാനില്ലേ അവനെ? ഏറ്റവും ഫേവറേറ്റ് കമ്മൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇതൊരുവിധം എല്ലാ ഡ്രസ്സിനും മാച്ച് ആവും. വൈറ്റ് പേളായതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഡ്രസ്സിനും മാച്ച് ആവുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഇടുകയും ചെയ്യാം, നല്ല ഭംഗിയാണ്. കണ്ടോ, ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മൽ. ഇത്രയാണ് നമ്മുടെ കമ്മൽ കളക്ഷൻസ്. ഏതൊക്കെ ഇഷ്ടമാണ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്മുടെ റിങ്. ഇത് കുറേ കളേഴ്സ് ഉള്ളതുകൊണ്ട് മിക്കവാറും ഡ്രസ്സിന് ഇത് മാച്ച് ആവാറുണ്ട്. സാരി ഉടുക്കുമ്പോൾ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബൈ.